പി മുസ്തഫ, ഗണേഷും ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. ശ്രീ ലാലും താങ്കളും തമ്മിൽ നേരത്തെ ഈ മാധ്യമ നിഷ്പക്ഷതയെ കുറിച്ചുള്ള ഒരു തർക്കം നടന്നല്ലോ. ഇവിടെ തന്നെ അത് നോക്കിയാൽ മതി. ശ്രുതി, സണ്ണിക്കുട്ടി അബ്രഹാം മാധ്യമ നിരീക്ഷകനും ശ്രീ ലാല് ഇടത് നിരീക്ഷകനുമാണ്. പക്ഷെ ഇന്നത്തെ സണ്ണിക്കുട്ടി അബ്രഹാമിന്റെ ചർച്ച, ഇന്നത്തെ മാത്രമല്ല പല ദിവസങ്ങളിലേത് നോക്കിയാൽ അദ്ദേഹം കേവല മാധ്യമ നിരീക്ഷകനാണോ അല്ല വലത് നിരീക്ഷകനാണോ എന്ന് ബോധ്യപ്പെടും. അപ്പൊ അവിടെ തന്നെ ഈ ആളുകൾക്കുള്ള ഈ ടാഗ് കൊടുക്കുന്നതിൽ തന്നെ നിങ്ങളുടെ നിഷ്പക്ഷതയെ ആളുകൾ സംശയിച്ചു പോകും. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ മുഖ്യ വിഷയമല്ല. പക്ഷെ അത് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ആശങ്കമായി പരാമർശിച്ചു. രണ്ട്, ശ്രീ ഗണേഷ് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഗണേഷ് സ്വന്തം പ്രധാനമന്ത്രിക്ക് നേരെ പറഞ്ഞിരിക്കുന്നതാണ്. സ്മൃതി, നിങ്ങൾക്കത് മനസ്സിലായില്ലേ? കാരണം കേരളത്തിലെ BJP-യിൽ അതിഗുരുതരമായ ഗ്രൂപ്പിസമാണല്ലോ നിൽക്കുന്നത്. അത് നിങ്ങളെല്ലാം എവിടെയാണ് സുരേന്ദ്രൻ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ പ്രധാനമന്ത്രി, നമ്മൾ കണ്ടല്ലോ, ഒരു അമ്പലത്തിൽ ദർശനം നടത്താൻ വരുമ്പോ ആ ജില്ല മുഴുവൻ പൂട്ടിക്കുന്നു, അവിടുത്തെ കല്യാണങ്ങൾ മുഴുവൻ മാറ്റിക്കുന്നു. ഇത്ര വലിയ ജനകീയനും നിർഭയനുമാണെങ്കിൽ എന്തിനാണ് ആ കല്യാണങ്ങൾ മാറ്റിവെപ്പിച്ചത്? എന്തിനാണ് മണിക്കൂറുകൾ ആ ക്ഷേത്രത്തിലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും, അവിടുത്തെ കടകൾ അടപ്പിച്ചു, അവിടുത്തെ വാഹനങ്ങൾ ഓടാൻ വിട്ടില്ല, ഓട്ടോറിക്ഷക്കാരെ പോലും ഓടാൻ വിട്ടില്ല, തെരുവണ്ടിക്കാരെ മുഴുവൻ എടുത്തു കളഞ്ഞു. എന്തിനാ ജയിപ്പിച്ചത്? അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ ചെയ്യിച്ചു. അവിടെ മാത്രം ഇനി അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോഴോ അവിടെ സകലതും ബ്ലോക്കാക്കിയില്ലേ? എന്തിനാ ഇങ്ങനെ ആയിരക്കണക്കിന്? നിങ്ങൾ തന്നെ പറഞ്ഞു എത്രയോ 25,000 പട്ടാളക്കാരെ മറ്റാണ്. ആദിത്യനാഥിന്റെ സ്വന്തം നാടാ. രാമന്റെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് തേടി പോവുകയും ചെയ്യുക. പക്ഷെ അവിടെയാണ് 25,000-ഓളം പട്ടാളക്കാരെ ഇറക്കിയിട്ട് പ്രധാനമന്ത്രിക്ക് വഴിയൊരുക്കി. മറ്റെല്ലാം അന്ന് വേറെ ആരും, എത്രയോ കാലങ്ങൾക്കപ്പുറമാണ് ഇവർ തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന അതിഥികളെ പോലും ഇരുത്തിയത്. ആകെ 5 പേരെ മാത്രമാണ് അന്ന് ശ്രീകോവിലേക്ക് കയറ്റിയത്. അതിൽ 4 ആളും രാഷ്ട്രീയക്കാരുമായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് BJP-ക്കാർക്ക് ബുദ്ധി വേണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ കഴിയില്ല. ഇപ്പോ ഐശ്വര്യ രജനീകാന്തിന്റെ വലിയ അഭ്യർത്ഥന പുറത്തു വന്നിട്ടുണ്ട്. രജനീകാന്തിനെതിരെ തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സംഘി എന്നുള്ള പ്രചരണം വരുന്നു. എന്റെ അച്ഛനെ സംഘി എന്ന് വിളിക്കല്ലേ എന്നവർ അപേക്ഷിക്കുകയാണ്. രജനീകാന്തിന്റെ മകൾ. കാരണം സംഘി എന്ന് വിളിക്കുന്നത് തന്നെ ആളുകൾ അപമാനമായിട്ട് കാണുകയാണ് ഐശ്വര്യയെ പോലുള്ള സിനിമാ പ്രവർത്തക രജനീകാന്തിന്റെ മകൾ. അതുകൊണ്ട് അങ്ങനെ ഒരാളോട് ഈ ഇമാതിരി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഈ അധിക്ഷേപം, അദ്ദേഹം ബോധപൂർവം ഈ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയിപ്പിച്ചതാണ് എന്നുകൂടി ഞാൻ പറയുകയാണ് വളരെ കൃത്യമായിട്ട്. ഇനി നിങ്ങൾ ചോദിച്ച പ്രധാന ചോദ്യം എന്താ? 2 നീതി ഉണ്ടോ എന്നുള്ളതാണ്. എവിടെയാണ് 2 നീതി ഉള്ളത്? നിങ്ങൾ നോക്കൂ. ശരി, നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള യാത്രക്കിടയിൽ ചിലയിടത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അത് കല്യാശ്ശേരി മുതൽ ഉണ്ടായിടത്തെല്ലാം, അങ്ങനെ പരാതി കൊടുത്തിടത്തെല്ലാം പോലീസ് കേസെടുത്തു. ചെറിയ വകുപ്പുകളിട്ട് സ്റ്റേഷൻ ജാമ്യമല്ല. കല്യാശ്ശേരി തൊട്ട് തിരുവനന്തപുരം വരെ എത്ര DYFI പ്രവർത്തകരും SFI പ്രവർത്തകരും ഈ ഇടതുപക്ഷ ഭരണത്തിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ ജയിലിൽ കടന്നു. 2 നീതിയായിരുന്നുവെങ്കിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് അവരുടെ പേരിൽ നേരത്തെ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ ചെറുപ്പക്കാരല്ലേ, കുട്ടികളല്ലേ എന്ന് കരുതി സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാമായിരുന്നില്ലേ? അങ്ങനെയല്ലല്ലോ ചെയ്തത്. അത് ഗവർണർ പറഞ്ഞിട്ടല്ലല്ലോ, ഗവർണർ ഇടപെട്ടിട്ടില്ലല്ലോ ആ വിഷയത്തിൽ. അവിടെ സംഘർഷം ഉണ്ടായപ്പോൾ അതിൽ മർദ്ദനമേറ്റ ആളുകളുടെ പരാതികളുടെ പുറത്ത് ന്യായമായിട്ടും ചെയ്യേണ്ട രീതിയിൽ കേരള പോലീസ് പെരുമാറിയിട്ടില്ലേ? നിയമം കയ്യിലെടുത്ത മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിലുള്ളവർക്കെതിരെ കേസെടുത്ത എപ്പോഴാണ് എന്ത് തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള സംരക്ഷണമാണ് കൊടുത്തിട്ടുള്ളത്? നമ്മള് തൃശ്ശൂരിൽ പറഞ്ഞിട്ട് SFIയുടെ ഒരു വനിതാ പ്രവർത്തക എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ LDF ഭരണകാലത്ത്. അപ്പൊ അതുകൊണ്ട് പോലീസിന് 2 നീതിയില്ല, പോലീസിന് ഒരേ നീതിയേ ഉള്ളൂ. പോലീസ് കൃത്യമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി സംഭവങ്ങളുണ്ടായ, സംഘർഷങ്ങളുണ്ടായ സ്ഥലത്തും അവിടെ DYFIക്കാരും SFIക്കാരും ജയിലിൽ കിടക്കുന്ന തരത്തിലുള്ള വകുപ്പുകളായിട്ട് കേസുണ്ടായിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അതുമായിട്ട് നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി കഴിയുന്ന സംഭവമാണോ ഇത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ സംഭവത്തിനൊന്നും ഒരു ന്യായവുമില്ലല്ലോ. അദ്ദേഹം പറയുന്നു ജീവഭയമുണ്ട്. നിങ്ങളെല്ലാം ഉദ്ധരിച്ചത് അതാണ്. ഈ ഗവർണർ പറയുന്നു ജീവഭയമുണ്ട്. ജീവഭയമുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം സംഭവിക്കണം? അദ്ദേഹം ഇവിടെ SM സ്ട്രീറ്റിൽ പോയാൽ ഹലുവയാണോ കിട്ടുക? ഇവിടെ ഗണേശൻ പറഞ്ഞതുപോലെ അടിയല്ലേ കിട്ടേണ്ടത്? അടിയല്ലല്ലോ കിട്ടിയത്.
കേരളം ഏറ്റവും ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനം. ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും സമാധാനശീലർ, അതിഥികളോട് അതിഥി ദേവോ ഭവ എന്ന് തന്നെ പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ടല്ലേ ആ ഗവർണർക്ക് ഇപ്പോഴും നിർഭയം. ഇന്ന് തന്നെ അദ്ദേഹം ഇറങ്ങി ഈ നാടകം കളിച്ചതല്ലാതെ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന്, അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് എന്ത് തടസ്സമാണ് കേരളത്തിലുള്ളത്? എവിടെയാണ് കേന്ദ്രം അതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ എടുക്കുന്ന വകുപ്പുകൾ വേറെ ആയിരിക്കും, വേറെ രൂപത്തിലായിരിക്കും അവർ ഈ സമരക്കാരെ നേരിടുക. അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അല്ലെ, അത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസുകാർ ഈ കേരളത്തിൽ മുഴുവൻ CRPF തന്നെയാണ് ഇറക്കിയത്. ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്ന് CRPF മർദ്ദനത്തിന് ഇരയായവരാ. അതുകൊണ്ട് CRPയും പട്ടാളവും ഒന്നും കേരളത്തിലെ ഇടതുപക്ഷക്കാർ ആദ്യമായിട്ട് കാണുന്നതല്ല. അത് സ്വാതന്ത്ര്യപൂർവ്വ കാലത്ത് മാത്രമല്ല, ഏറ്റവും അടുത്ത കാലത്ത് പോലും ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാർ അങ്ങനെ CRPക്കാരെ കാണുകയും അവരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം വെച്ചിട്ട് എത്ര കാലം ആരിഫ് മുഹമ്മദ് ഖാൻ പോകും? ഗവർണറെ ആദരിക്കും, പക്ഷേ ഗവർണർ RSSന്റെ നിലവാരത്തിലേക്ക് പോയാൽ കേരളം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ കാതലായ പ്രശ്നം എന്തിനാണ് സമരം എന്ന് ചോദിച്ചു. നിങ്ങൾ നോക്കൂ, ഗവർണർ ആയതുകൊണ്ടാണ് ചാൻസലർ ആയത്. ആ ചാൻസലർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛയാ അല്ല പ്രവർത്തിക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് തെറ്റാണ്. SFI ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തിട്ടില്ല, സർക്കാരും ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഇത്തവണ ലിസ്റ്റ് പോയത് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത ലിസ്റ്റ് അദ്ദേഹം മാറ്റിവെച്ചു. എന്നിട്ട് RSSന്റെ ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് കൊടുത്തു. ഹൈക്കോടതി ചോദിച്ചല്ലോ സ്മൃതി ഈ ഗവർണറോട്, എവിടെന്നാണ് താങ്കൾക്ക് ഈ പേരുകൾ കിട്ടിയത്, എവിടെന്നാണ് താങ്കൾക്ക് ഈ ലിസ്റ്റ് കിട്ടിയത്, അഫിഡവിറ്റ് തരൂ. ഇത്രയും ദിവസമായിട്ട് കൊടുത്തോ? ഒരു മാസമായി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുക. അവിടെ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞു ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് അല്ല. ഇവിടെ കൊലപാതകത്തെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചല്ലോ ഗണേശൻ. തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് ആരെയാ? ഭാര്യയും മക്കളുമായി അത്താഴ ഭക്ഷണം കഴിക്കുകയായിരുന്ന ആ KSRTC ജീവനക്കാരനായിരുന്ന തിരുവനന്തപുരത്തെ നാരായണൻ നായരെ രാത്രിയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറി ആ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് വലിച്ചിറക്കി ഭാര്യയുടെയും അമ്മയുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്ന, കോടതി ശിക്ഷിച്ച് ജീവപര്യന്തം തടവിൽ കിടക്കുന്ന RSSകാരന്റെ ഭാര്യയെയാണ് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അല്ലാതെ എന്ത് അക്കാദമിക് യോഗ്യത അവർക്കുണ്ടായത്? അങ്ങനെ കൊലയാളികൾക്കും രാഷ്ട്രീയ കൊലപാതകികൾക്കും അവരുടെ ഭാര്യമാർക്കും വരെ സംരക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കുക. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ജില്ലയില അവിടുത്തെ RSS അനുഭാവിയായ അധ്യാപകനെ കഴിഞ്ഞ ദിവസം കോടതി ഇടപെട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് വന്നു. എങ്ങനെയാ? അപ്പോ നിങ്ങൾ കാണേണ്ടത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിൽ ആകെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.